കാറ്റ് പറഞ്ഞ കഥ. വീട്ടിൽ കുറെ പുസ്തകങ്ങളുണ്ട്. ഒരു ലൈബ്രറിയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ജീവിത ശിഷ്ടകാലം പൂർത്തിയാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഒത്തിരി പുസ്തകങ്ങളുടെ ഇടയിൽ നിന്ന് ഇത് വൈകിട്ട് ഗ്രന്ഥശേഖരത്തിൽ നിന്ന് കിട്ടിയതാണ് കാറ്റ് പറഞ്ഞ കഥ. പണ്ട് വാങ്ങിയ ഒരു അപ്പോൾ ഒ.വി. വിജയൻ എന്ന എഴുത്തുകാരനെ എനിക്ക് കൂടുതലൊന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. ലോ കോളേജിൽ പഠിച്ച സമയത്ത് അവിടെ ക്രിമിനൽ ലോ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ വന്നാൽ ലോയേക്കാൾ കൂടുതൽ ഒ.വി. വിജയന്റെ കൃതികളെ ഖസാക്കിന്റെ ഇതിഹാസവും ആ ഖസാക്കിന്റെ ഇതിഹാസം വന്നതിന് ശേഷം 2 ഡിവിഷൻ ഉണ്ടായതൊക്കെയാണ് ക്ലാസ്സിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആരാധകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പതിപ്പും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഓരോ പതിപ്പും അത്ര ഒരു പ്രാന്തമായി ഒ.വി. വിജയനെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അന്ന്. അപ്പോഴാണ് ഞാൻ ഒ.വി. വിജയനെ കുറിച്ച് അങ്ങനെ കേൾക്കുന്നത്. പിന്നീട് വിളക്കിൽ വന്നതിന് ശേഷം പല കഥകളും ഒ.വി. വിജയന്റെ ചർച്ചയ്ക്കെടുത്തപ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റി. ഞാനും ഈ പാലക്കാട് ഒരു കൊല്ലത്തോളം ജീവിത കാലഘട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ പാലക്കാട് പോലെയാണ് നമ്മുടെ ഇവിടുത്തെ വാമനപുരത്തിനടുത്തുള്ള കളമച്ചൽ, ആനച്ചൽ എന്നൊക്കെ പറയുന്ന പ്രദേശം. അപ്പൊ അവിടെയും ഇത് കണക്ക് കൊക്കയും താഴ്വാരങ്ങളും എല്ലാം ഉണ്ട്. ഞാനൊരിക്കൽ ഈ അടുത്ത സമയത്ത് ഇലക്ട്രിക് ആട്ടോ കിട്ടിയ സമയത്ത് ഒരു പരീക്ഷണാർത്ഥം അങ്ങോട്ടോട്ട് ഓടിച്ചു പോയി. ആ ഇലക്ട്രിക് ആട്ടോ നേരെ ഒരു കൊക്കയിലോട്ട് പോകാൻ ചാടിപ്പോയ സമയത്ത് അവിടെ നിന്ന് എന്നെ രക്ഷിച്ചത് 2-3 വാഴകളായിരുന്നു. എന്നുവെച്ചാൽ ആ വാഴകളാണ് നിൽക്കുന്നുണ്ട്. നല്ല കൊക്കയിലോട്ടൊന്നും കൂടി താഴെ കുളമ്പൂരൊക്കെ ഉണ്ട്. ആ കുളത്തിന്റെ വെള്ളം വളരെയധികം കിട്ടുന്ന ഇടമായതുകൊണ്ട് വാഴയ്ക്ക് നല്ല സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ആ വാഴ കാരണം രക്ഷപ്പെട്ടത്. അപ്പൊ അത്തരം ഒരു ഭൂമിയിലാണ് വിജയൻ ഈ കഥ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഭൂമിയില് ഈ ഒരു കാറ്റ് വന്ന് വീശിയതിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ തറവാട് വീട് തന്നെ ഇല്ലാതെ. അതല്ലേ ഈ കഥയില് വിജയൻ പറയാതെ പറഞ്ഞു. ഈ കഥയില് നമ്മൾ കാണുന്നത് കാണുന്നത് അച്ഛനേക്കാളും അമ്മയാണ്. അമ്മയുടെ വാക്ക് ആ തെയ്യുണ്ണി കേട്ടിരുന്നെങ്കിൽ കഥ നേരെ തിരിച്ചാകുമായിരുന്നു. ആ തറവാട് വീട് അവിടെ കാണുന്നത്. അപ്പൊ കൂടുതലും പ്രായോഗികത സ്ത്രീയിലാണ് വിജയം കണ്ടെത്തുന്നത്. പുരുഷനേക്കാളും പ്രായോഗികമായ തീരുമാനം എടുക്കാൻ കഴിയുന്നത് സ്ത്രീക്കാണ്. അത് ഈ കഥയിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതേ പറയുന്ന മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ സൗമ്യത. മനുഷ്യൻ അവന്റെ കാലഘട്ടം വയസ്സായി വരുമ്പോൾ അവനിൽ വരുന്ന ഒരു സ്വഭാവ വിശേഷമാണ് സൗമ്യത. അത് കാലഘട്ടത്തിലാണ് എടുത്തുചാട്ടവും പലതിനും വേണ്ടിയുള്ള ഓട്ടവും മത്സരവും. ഈ സൗമ്യത ഇദ്ദേഹം ഈ കഥയിൽ പലയിടത്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗമ്യ വിദഗ്ധി പൊന്നുസ്വാമി കൈകൂട്ടുന്നു. ഈ നിങ്ങൾക്ക് ഈ ജ്യേഷ്ഠന്റെ വസ്തു 2.5 ഏക്കർ ഭൂമി നിങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ ആ പൊന്നുസ്വാമി സൗമ്യ വിദഗ്ധിയിൽ കൈകൂക്കുന്നതും ഒക്കെ നമുക്ക് ഈ കഥയിൽ നിന്ന് കാണാവുന്നതാണ്. പിന്നീടുള്ളത് ഈ ഇദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ ഫിസിസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിസിസ്റ്റിന് ഇനിയും പലതും ചെയ്യുവാനുണ്ട്. അദ്ദേഹം അങ്ങനെ രാജിവെച്ച് പോകേണ്ട ഒരാളല്ല എന്ന് പറയുന്നു. ആ ന്യൂക്ലിയർ ഫിസിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ശാസ്ത്രശാഖ ഇന്ന് എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൊല്ലത്തുള്ള കരിമണൽ വരെ ആണവ ഊർജമാക്കി മാറ്റാവുന്ന ഒരു മേഖലയിലാണ് ഈ ന്യൂക്ലിയർ ഫിസിക്കൽ സയൻസ് നിൽക്കുന്നത്. ആ കരിമണലിൽ ആണവ ഊർജമാക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 10 ലിറ്റർ പെട്രോൾ അടിച്ച് ഇവിടുന്ന്
കൊല്ലം വരെ പോവുകയാണെങ്കിൽ കൊല്ലത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 12 ലിറ്റർ പെട്രോൾ നമ്മുടെ കാറിന്റെ ടാങ്കിൽ കാണും. ഇതാണ് ആ ഈ കരിമണലിൽ നിന്ന് ന്യൂക്ലിയർ ഫിസിക്സ് അടുത്ത കാലത്ത് നമ്മുടെ ആണവ ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടെത്തുകയും അത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുടെ എല്ലാം മുന്നിൽ വരാവുന്ന ഒരു പാത തുറക്കപ്പെട്ടു. ഇന്ന് നാം കാണുന്ന ഈ യുദ്ധമെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇന്റർനെറ്റിനും മറ്റുമായി ആണ് ലോകത്ത് യുദ്ധം നടത്തുന്നത്. ഇതിനെല്ലാം അതുക്കും മേലെ പോകാവുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇന്നത്തെ കാലഘട്ടവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് OV വിജയന്റെ കഥ. നമ്മുടെ കേരളത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം അദ്ദേഹത്തിന്റെ ഈ ചെറിയ കഥയിലൂടെ വരച്ചിട്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്തിലുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത തട്ടിപ്പ് യൂണിവേഴ്സിറ്റികളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ വിജയന്റെ കഥയുടെ പ്രസക്തി ഇതിലേറെ പറയാനായിരിക്കുന്നു. അതുപോലെ അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില പൈതൃകങ്ങളുണ്ട്. ആ പൈതൃകങ്ങളെ സംരക്ഷിക്കണം എന്നാണ് അദ്ദേഹം, സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഈ കഥയിലൂടെ നമ്മുടെ മുന്നിൽ ഓരയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ചെറിയ